Focus. Presented by Happy Land Presents. Powered by Sattva Ayurveda. Co-powered by Musk Potion. Co-presents CARC Interiors. This program is brought to you by Dum Stories Kannur. 6 മാസം എടുത്തേക്കാം, ഒരുപക്ഷെ 1 വർഷം, ചിലപ്പോൾ 5 വർഷം. എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ മനസ്സിൽ ദൃഢമായി വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമസ്കാരം. സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബിയിൽ ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ സത്വ ആയുർവേദയുടെ ഡോക്ടർ ഷൈൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമുക്ക് പെയിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ? പെയിൻ ആകുമ്പോൾ യു എയിലുള്ളവർക്ക് മെയിൻ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ എന്നുള്ളത്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ബാക്ക് പെയിൻ. ഏതൊരാളും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദന അനുഭവിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി മാറ്റം കൊണ്ടും ജോലികളുടെ, അതായത് തൊഴിലാവശ്യങ്ങളുണ്ടായ മാറ്റങ്ങൾ കൊണ്ടും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരിക, അത്തരത്തിൽ കണ്ടീഷനെല്ലാം കൊണ്ട് ചിലപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യേണ്ടി വരിക, ഇത്തരത്തിൽ കൊണ്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രവാസികളെ കാണുന്ന ഒന്നാണ് നടുവേദന എന്നുള്ളത്. ഇത് പലപ്പോഴും ഇതിൻ്റെ തുടക്കം ഒരു ചെറിയ ഒരു മസിൽ സ്പാസം പോലെയോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അതിനെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയും അത് ആ രീതിയിൽ അത് കുറച്ചു കാലം മുന്നോട്ട് പോയിക്കുമ്പോഴാണ് ഇത് നമ്മുടെ നട്ടലിനെ ബാധിക്കുകയും അതിൻ്റെ കുറച്ചും കൂടെ എക്സ്ട്രീം കണ്ടീഷൻസിലാണെങ്കിൽ ഡിസ്കിൻ്റെ ഇഷ്യൂസ് വരിക, കാലിലോട്ട് തരപ്പിറങ്ങുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് സയാറ്റിക്ക പോലത്തെ ഇതിലേക്ക് പോകുക എന്നുള്ളത്. അപ്പം ഇത് എന്തുകൊണ്ടും നമ്മുടെ ജീവിതശൈലി ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് നടുവേദന. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടോ, പക്ഷേ തൊഴിലിൻ്റെ സമ്മർദ്ദം കൊണ്ടോ ജീവിത സാഹചര്യം കൊണ്ടോ പലപ്പോഴും പ്രവാസികൾക്ക് അത് കഴിയാറില്ല. മുന്നേ എപ്പോഴും എല്ലാവരും ചിന്തിക്കുമായിരുന്നു ആയുർവേദത്തിൽ ഈ ബാക്ക് പെയിൻ ഉള്ള മെഡിസിൻ നമ്മൾ കഴിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും ആയുർവേദത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേ ബി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് അറിയേണ്ടത് സത്വ ആയുർവേദയിൽ ഈ ബാക്ക് പെയിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഉള്ളത്, എത്രമാത്രമാണ് ആളുകൾ സത്വ ആയുർവേദയെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതും അതിനെക്കുറിച്ചൊന്ന് പറയാം. ആയുർവേദ വൈദ്യ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന തത്വത്തിൽ അധിഷ്ഠിതമായാണ് ആയുർവേദ ചികിത്സ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നടുവേദന പോലത്തെ കണ്ടീഷൻസിലാണെങ്കിൽ ആയുർവേദ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുകയും കൂടുതൽ ദീർഘകാലത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ നടുവേദനയുടെ ആയുർവേദ ചികിത്സ അത് ഏത് ഘട്ടത്തിലാണ് നമ്മുടെ അവസ്ഥയെന്നനുസരിച്ച് ആയുർവേദം എപ്പോഴും അവസ്ഥാനുസരണമാണ് ചികിത്സ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജസിൽ ജസ്റ്റ് മസിൽ സ്പാസംസ് ആ ഒരു തലത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ കിഴികൾ കൊണ്ടും മസാജ് അഭ്യംഗം, ആയുർവേദ അഭ്യംഗം കൊണ്ടൊക്കെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അടുത്തൊരു സ്റ്റേജിലേക്ക്, ഫോർ എക്സാമ്പിൾ ചെറിയ നീർക്കെട്ടൊക്കെ വരുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ലേപനങ്ങൾ പോലത്തെ ചികിത്സകളിലോട്ടൊക്കെ പോകേണ്ടി വരും. കുറച്ചും കൂടെ അങ്ങോട്ട്, അതായത് കുറച്ചും കൂടെ കയറിയാണ് കണ്ടീഷനൊക്കെ, ഫോർ എക്സാമ്പിൾ കാലിലോട്ടുള്ള തരപ്പിറങ്ങുക, അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ നമ്മൾ ഒരു പ്രോപ്പറായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളും കടിവസ്തി പോലത്തെ ചികിത്സകളിലോട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ആയുർവേദത്തിൻ്റെ ചികിത്സ. സത്വ ആയുർവേദം സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ചെയ്യുന്നത് കൃത്യമായ ഒരു രോഗിയുടെ പരീക്ഷ ചെയ്തിട്ട് അത് ഏത് അവസ്ഥയിലാണ് രോഗം ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കി തദനുസൃതമായിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വരുന്ന രോഗികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു നടുവേദന ചികിത്സിച്ച് മാറ്റിയാലും പിന്നീട് ഒരിക്കൽ അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും നിർദ്ദേശങ്ങളും കൂടെ രോഗികൾക്ക് നമ്മൾ നൽകാറുണ്ട്. അതിപ്പം ആഹാരമാണെങ്കിലും ഡെയിലി ആക്ടിവിറ്റീസ് ആണെങ്കിലും പോസ്റ്ററൽ കറക്ഷൻ വഴിയാണെങ്കിലും അതുപോലെ തന്നെ യോഗ, അങ്ങനെ അത്തരത്തിലുള്ള സമ്പൂർണ്ണമായ ഒരു അവിടുന്ന് അങ്ങോട്ട് ഇത് വരാതിരിക്കാനുള്ള ജീവിതശൈലി മാറ്റങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് സത്വവേദം. സത്വ ആയുർവേദ ആയുരാരോഗ്യത്തിലെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് യു എയിലെ തന്നെ ഫേമസ് റെസ്റ്റോറന്റ് ആയ ദം സ്റ്റോറീസ് കണ്ണൂരിനെ പറ്റിയാണ്. പറയുന്നത് ഒരു ഫുഡ് ഹബ്ബാണ്. പല വിധത്തിലുള്ള രാജ്യത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ നമുക്കിവിടെ കിട്ടും. പക്ഷെ ഈ
ദം സ്റ്റോറീസ് കണ്ണൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ വെറൈറ്റി ആയിട്ട് എന്താണ് ഇവിടുത്തെ വെറൈറ്റി? ദം സ്റ്റോറീസ് കണ്ണൂരിന്റെ ഒരു പാർട്ട്ണറാണ്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ പേരെന്താ? എവിടെയാ നാട്ടില്? കണ്ണൂര്. കണ്ണൂര് മംഗലം ബിരിയാണി. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആരാ ഇതായിരുന്നു, ഐഡിയ ആയിരുന്നു? ഞാൻ തന്നെയാണ് കോൺസെപ്റ്റിന്റെ. ഫ്രഷ് ബീഫ് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിലാഗ്രഹമാണ്. ഫ്രഷ് പോത്ത്, ഒരു പോത്തിന്റെ ഫാനാണ് ഞാൻ. പോത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇവിടെ പോലെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി കിട്ടലില്ല. ഫ്രഷ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഫ്രഷ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും, മനസ്സ് നിറച്ച് കഴിക്കണം എന്നുള്ളത്. അതിന്റെ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണോ? അല്ല, ഏകദേശം 2017 മുതൽ. 2017 മുതലുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ള 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തു. എവിടെയൊക്കെ ബ്രാഞ്ചസ്, വേറെ ബ്രാഞ്ച് ഉണ്ട്? ഇത് ദം സ്റ്റോറീസ് കണ്ണൂർ ഫസ്റ്റ് ബ്രാഞ്ച് ആണ്. ബാക്കി ഷവർമ, ചാർക്കോൾ ഐറ്റംസ് ആണ്. അൽച്ചായ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് നിങ്ങളതാണ് അല്ലെ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് ഇതിലേക്ക് ബിരിയാണിന്റെ ഒരു കോൺസെപ്റ്റിൽ അതെ. എല്ലാരും ഇവിടെ ഇപ്പൊ പോത്ത് ബിരിയാണി ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ യു എയിൽ എന്ന് വെച്ചാൽ എല്ലാം ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഇത്രയും തിരക്ക് കണ്ടപ്പോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പൊ നമ്മൾ ആർക്കും ഒരു എന്താ പറയണ്ട ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. അത്രയും ആൾക്കാർ ഇവിടെ റഷ്, കുറെ ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം ആ ഒരു തിരിച്ചു പോകുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. ആൾക്കാർ വന്നിട്ട് മനസ്സ് നിറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ മാക്സിമം ഇപ്പൊ ക്രൗഡിനെ കുറക്കാം, ആൾക്കാരെ വിളിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നതാണ് ഏറ്റവും ബെറ്റർ. തുടങ്ങിയ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ ഇത്രയും ആൾക്കാർ അറിഞ്ഞ് ഇവിടെ കൊല്ലാണ് നമ്മുടെ ഈ റെസ്റ്റോറന്റ് ഉള്ളത്. ഗോഡ് ബ്ലസ് ചേട്ടാ. ഗോഡ് ബ്ലസ്. എപ്പോഴും അതാ ഞാൻ ഷെഫിനോട് ചിന്തിക്കുന്നതേ അല്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഈ ഒരു ക്രൗഡോ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളൊരു നോർമലി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ്. നമ്മളല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടാണ് നമ്മള് ഒരു ഫ്രഷ് ബീഫ് അല്ലെ കാര്യങ്ങളൊക്കെ ആൾക്കാർ കഴിക്കാം. നമുക്ക് അത് ഇവിടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. പല അവിടുന്ന് പുറമെ നിന്ന സമയത്ത് പല സ്ഥലത്തും അബുദാബിന്ന് വരുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അവരെല്ലാം വന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, നമ്മൾക്ക് മനസ്സ് നിറക്കാൻ പറ്റുന്നില്ല. ഷെഫ് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊ 2000 പേർക്കുള്ളതാണ് വീക്കെൻഡിൽ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഫ്രഷ് മട്ടൺ ഉണ്ട് അല്ലെ? ഫ്രഷ് മട്ടൺ ഡെയിലി ഫ്രഷ് മട്ടൺ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും അല്ലേ? ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടാ. ഈ ഒരു ക്രൗഡിൽ വന്നിട്ട് നല്ലൊരു പ്രശ്നമില്ല. മീൻസ് അത് കുറച്ച് നേരത്തെ അവര് വരട്ടെ. നമ്മളിപ്പോ ഇത് നേരത്തെ വന്ന് പോകുമ്പോ മനസ്സ് നമ്മൾക്ക് തിരിച്ചു പോകുമ്പോ മനസ്സ് മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഞാൻ അതിലെ ആൾക്കാരെ തിരിച്ചേക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എനിക്ക് പോകണം. വെയിലത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ ഒന്ന് അവരെ ഇവര് പറഞ്ഞു കിച്ചണൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ നിങ്ങള്? കിച്ചൺ എക്സ്പാൻഡ് ചെയ്യാം. ടൈം എടുക്കും, എന്തായാലും 1 month എന്തായാലും എടുക്കും. 1 month എടുക്കും. അപ്പൊ ഈ വീക്കെൻഡിൽ എല്ലാ ദിവസവും ചിക്കനും അവൈലബിൾ ആണ്. പക്ഷെ ചിക്കൻ നോർമൽ ബിരിയാണി മാത്രമാണ്. അപ്പം ദം സ്റ്റോറീസ് കണ്ണൂരിലെ മെയിൻ ഷെഫാണിത്. അപ്പൊ ഷെഫിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം.
അപ്പം ഇവിടെ ദം സ്റ്റോറീസിൽ നിങ്ങൾ എന്താണ് സ്പെഷ്യൽ? നമ്മൾ സ്പെഷ്യൽ എടുത്ത് ലൈവായിട്ട് അറുത്തിട്ടുള്ള ബിരിയാണിയാണ്. പോത്ത് ബിരിയാണി. പോത്ത് ബിരിയാണി മറ്റേ മട്ടൻ ഇവിടെ പോത്ത് ലൈവായിട്ട് കൊണ്ടുപോയിട്ട് അറുത്തിട്ട്, ഇവിടെ അധികം ഹോട്ടലും ഫ്രോസൺ ആണല്ലോ, ഇവിടെ ഫ്രഷ് ആണ്. ഫ്രഷ് ഓക്കെ, ഫ്രഷ് ബിരിയാണി. ഫ്രഷ് ബിരിയാണി അത് മട്ടൺ ആയാലും ബീഫ് ആയാലും. ചിക്കൻ ഉണ്ടോ ഇവിടെ? ചിക്കൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞായർ വെള്ളി ശനി ദിവസം ചിക്കൻ ആക്കുന്നില്ല. ഈ വീക്കെൻഡില് ചിക്കൻ ഇല്ല. ചിക്കൻ ഇല്ല, കൊടുക്കാൻ പറ്റൂല, അത്രക്കും ജനങ്ങളാ. പുറത്ത് കണ്ടിട്ടില്ലേ? കണ്ടു ഇങ്ങോട്ട് കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും പാർസലും കാര്യമൊക്കെ പോകുന്നുണ്ടല്ലേ. ഒരു ദിവസം നിങ്ങൾ എത്ര ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്? നമ്മൾ ഇവിടുന്ന് 2000 ബിരിയാണി അടിക്കുന്നുണ്ട് ദിവസം. മറ്റേ വെള്ളി ശനി ഞായർ 2000, ബാക്കിയുള്ള നോർമൽ 1500 ബിരിയാണി. പക്ഷെ ഇത് ഇവിടെ നമുക്ക് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ജനങ്ങൾ ഇതിൽ കൂടുതൽ ഒഴുകി വരികയാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. അത് ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ഫേമസ് ആയി, ഇത്രയും ആൾക്കാർ അറിഞ്ഞു വരുന്ന പല സ്ഥലത്തും അബുദാബിന്ന് വരുന്നുണ്ട്, അജ്മാൻ, എല്ലാരും ഭയങ്കര ഒരു പോസിറ്റീവ്. ഒരു തുടങ്ങിയപ്പം തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടായത് വളരെ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. അൺലിമിറ്റഡ് റൈസാണ്, വേണ്ട ആവശ്യത്തിന് ഫുള്ള് വയറിനകത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാ. നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ബിരിയാണി അതാണ് എടുത്തത്. ആ സ്നേഹം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ താങ്ക് യു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരേക്കും ധന്യ സൈനിങ് ഓഫ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം. മസ്ക് പോർഷൻ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അലൈനിലാണ്. പെരിന്തൽമണ്ണ സ്വദേശിയായ ശ്രീ മുഹമ്മദ് ഷഫീഖ്, അദ്ദേഹത്തെ പരിചയപ്പെടാനാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ഒരു മസ്ക് പോർഷൻ എന്ന് പറഞ്ഞ ഷോപ്പ് എപ്പോഴാണ് തുടക്കമിടുന്നത്? 2022 അവസാനത്തിലാണ് ഷോപ്പ് തുടങ്ങുന്നത്. ഷോപ്പല്ല, നമ്മുടെ എല്ലാവരെയും തുടക്കം പറയുമ്പോൾ തന്നെ ചെറിയ അത്തറുകൾ പിന്നെ കീസിലാക്കി ഇങ്ങനെ തൂക്കി നടന്ന് അങ്ങനെയാണ് നമ്മളെ സ്റ്റാർട്ടിങ് ഇതിലേക്ക് വരുന്നത്. പിന്നെ അൽഹംദുലില്ലാ നമ്മൾ ഓൺലൈനിൽ നമ്മൾ പിന്നെ കച്ചവടം തുടങ്ങി, ഒരുപാട് കസ്റ്റമർ നമുക്കായി. അങ്ങനെ പിന്നെ ഏകദേശം നമ്മൾ 2024 ഷോപ്പ് ഓപ്പൺ ആക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺസ്, അതുപോലെ തന്നെ സിന്തറ്റിക് സ്റ്റോൺസ്, ഒരുപാട് ഐറ്റംസ്, യൂസ്ഡ് ലക്ഷറി വാച്ചസ്. മസ്ക് പോർഷൻ്റെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്പെഷ്യലായിട്ടുള്ള പല സ്റ്റോണുകളുണ്ട്. ഇത് ഓരോന്നിനും സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, ഈ കല്ലുകൾ ധരിക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം? അതെ, നമ്മുടെ പ്രധാനമായെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഓർണമെൻറ്റ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും നമ്മൾ ചെയ്യുന്നതും. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്ക് പറ്റിയ സ്റ്റോണുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാ സ്റ്റോണുകളും ഒറിജിനൽ സ്റ്റോൺ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോണുണ്ട്, പറ്റാത്ത സ്റ്റോണുണ്ട്. അപ്പോൾ അത് നമ്മൾ 3 രൂപത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഓരോ മതക്കാർക്കും ഓരോ രൂപത്തിലാണ് പിന്നെ നോട്ട വരുന്നത്. ഇപ്പോൾ ഹിന്ദുസിനാണെങ്കിൽ നമ്മൾ അവരെ നാൾ വെച്ചിട്ട് സ്റ്റോണ് ചെയ്ത് കൊടുക്കും. അതുപോലെ മുസ്ലിംസിന് അബുജദ് എന്ന് പറയും, അവരെ പേരിൻ്റെ അറബി അക്ഷരങ്ങൾ ഉള്ളൊരു കണക്കാണ്. പേരും ഉമ്മാൻ്റെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ക്രിസ്ത്യൻസിനാണെങ്കിൽ അവരെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് അതെ സ്പെഷ്യൽ സ്റ്റോണ്. അതങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഏകദേശം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസമോ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ വിശാലമാണ് സ്റ്റോണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പേജ് ഫോളോ ചെയ്ത് നമ്മൾ വാട്സപ്പിൽ വന്നാൽ മതി. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളെ ഈ രൂപത്തിൽ വളർത്തിയത് മുഴുവനും ആളുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മൗത്ത് പബ്ലിസിറ്റി അത്ര ആളുകൾ നമ്മളെ കസ്റ്റമർ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ നമ്മൾ സന്തോഷത്തോടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ക്ഷമ ചോദിക്കുകയാണ്, നമുക്ക് കറക്റ്റ് റീപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഓൾറെഡി 3 വാട്സപ്പിൽ ഞാനും 2 സ്റ്റാഫുകളും
റീപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഷോപ്പിൽ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസം നമ്മൾ അധികം വാട്സപ്പിലിരിക്കുക. അപ്പോഴേക്കും ഒരുപാട് പെൻഡിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ 24 മണിക്കൂർ ഒരാൾക്ക് വാട്സപ്പിലിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില മെസ്സേജുകൾ ഇതാവും. പിന്നെ അത്യാവശ്യം ആളുകൾ തിരക്കുള്ള ആളുകൾ യു എയിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഷോപ്പിൽ നേരിട്ട് വരും. പരമാവധി യു എയിലുള്ള ആളുകളോട് പറയാനുള്ളത് നേരിട്ട് വരാൻ നല്ലത്. സ്റ്റോണിൻ്റെ വലിപ്പം സൈസും കാര്യമൊക്കെ നോക്കിയെടുക്കുക. ഞാൻ ധരിച്ച ഈ സ്റ്റോണ്, ഈ റിങ്, ഇത് 8 മണിക്കൂറിൻ്റെ വർക്കാണ്. ഒരാളെ 8 മണിക്കൂറിൻ്റെ അധ്വാനമാണ് റിങ്. അപ്പോൾ മാക്സിമം ചിലപ്പോൾ സിമ്പിൾ മോഡലൊക്കെ ഒരു ദിവസം 2 ഉണ്ടാക്കും. പ്രയാസപ്പെടുന്ന മോഡലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു റിങ് വരെ ഉണ്ടാക്കുന്ന മോഡലുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടൈം എഴുതുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ 20-25 ദിവസമൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്ന ആളുകൾ ചോദിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഒന്നാമത് നമ്മളെ മതപരമായിട്ട് ആരും വഞ്ചിക്കരുത് എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. രണ്ടാമത് ഈ നാടിൻ്റെ നിയമങ്ങൾ. അപ്പോൾ നമ്മൾ ഒറിജിനലാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഒറിജിനലായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റാണെന്ന് പറഞ്ഞു. രണ്ടും നമ്മുടെ അടുത്തുണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് വില കുറവാണ്, ഒറിജിനലിന് വില കൂടുതൽ. അപ്പോൾ ഏകദേശം ഡയമണ്ടൊക്കെ 3000 ദിർഹംസ് മുതൽ എമറാൾഡ് പോലെ 2000 അല്ലെങ്കിൽ 10000, 8000, 6000 പല ദിർഹംസ് റേഞ്ചിൽ ഗ്രാം പ്രൈസിൽ അല്ലെങ്കിൽ ക്യാരറ്റ് പ്രൈസിലുള്ള സ്റ്റോണുകളുണ്ട്, വില കൂടിയ സ്റ്റോണുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തും. മസ്ക് പോർഷന് ഇപ്പോൾ അലൈനിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇനി ഫ്യൂച്ചറായിട്ട് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഇൻഷാല്ലാ നമ്മൾ ദുബായിൽ വൈകാതെ തന്നെ നമ്മുടെ ബ്രാഞ്ച് വരും. പിന്നെ GCC ആണ് നമ്മളെ മെയിനായിട്ട് നമ്മളെ കസ്റ്റമർ ഉള്ളത്. എല്ലാ GCC നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഉണ്ടാവും. ഇപ്പോൾ സൗദി അതുപോലെ ഒമാൻ UAE നല്ല രൂപത്തിൽ ഡെലിവറി നടക്കുന്നു. സൗദിയിൽ മക്കയും മദീനയും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സൗദി കുറച്ച് വലിയ രാജ്യമല്ലേ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട സംഭവമാണ് റാഡോ പോലെ ലക്ഷറി വാച്ചുകൾ. ഇപ്പോൾ ഈ മാസം തന്നെ നമ്മൾ റോളക്സ് വാച്ച് ഏകദേശം 1.5 ലക്ഷം ദിർഹംസിൻ്റെ 50,000 ദിർഹംസിന് അടുത്തുള്ള ഒരു സെയിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപയോഗിച്ച പീസായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വിശ്വാസത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ലക്ഷറി വാച്ചുകൾ നമ്മുടെ ഷോപ്പിൽ കിട്ടും. അതുപോലെ ബ്രാൻഡ് പെർഫ്യൂം ഐറ്റംസൊക്കെ. അതായത് നമുക്കിപ്പോൾ മസ്ക് പോർഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കോൺടാക്ട് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ആണല്ലോ. മീഡിയയിൽ നമ്മുടെ നമ്പറാണ്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ UAE അതുപോലെ ഒമാൻ പ്രോപ്പർ ഡെലിവറി ഉണ്ട്. പിന്നെ ഗോൾഡും സിൽവറും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത് പോലെ രാജ്യം കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അവരാരുടെയും ബന്ധുക്കൾ UAE ഉണ്ടെങ്കിൽ അവർ മുഖേന നമ്മൾ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ്. പേര് പോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. രാവിലെ 10 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ഇടതടവില്ലാത്ത ഉല്ലാസങ്ങൾക്കുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പാക്ക് യുവർ ബാഗ്സ് നൗ ആൻഡ് സ്റ്റാർട്ട്. I like that. എവിടെ നിന്ന് വരുന്നു? കുലശേഖരം. മാർത്താണ്ഡം. തമിഴാ? തമിഴ്. എല്ലാരും തമിഴാ? മലയാളം കുറച്ച് അരിയോ? അരിയും കുറച്ച് അരിയും കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ പേര് പറയൂ. നൗഷിൻ. എത്രയിലാ? 4th. അപ്പോഴേ അവള് മറന്നു എത്രയിലാണെന്ന്. വാവ്. എത്രയിലാ? 4th. അസ്ന 4th. ഓഹോ, ഗാങ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബി ജെനിഫർ 7th. ഹാജി നിഷ ഹൗസ് വൈഫാണ്. പ്രിയ ഹൗസ് വൈഫ്. ഓക്കെ. അപ്പോൾ 3 അമ്മമാരും കുറെ പിള്ളേരും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഹാപ്പി ലാൻഡിലേക്ക് അടിച്ചു പൊളിക്കാനായിട്ട്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? പിടിച്ചോ. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. എപ്പോഴാ വന്നിട്ടുള്ളത്? 1 വർഷം. 1 വർഷം ஆச்சா? ஃப்ரெண்ட்ஸோட என்ஜாய் பண்ணீங்களா? நல்லா பிடிச்சிருக்கா? இப்போ வந்து ஃபேமிலி கூட்டிட்டு வந்திருக்கீங்க. இப்போ எதுலெல்லாம் போனீங்க? இப்போ நாங்க இப்பதான் ஃபர்ஸ்ட் வரோம். இப்பதான் வரீங்க ഫസ്റ്റ്. ഇപ്പൊ 5Dയിലേക്ക് കയറാൻ പോകുന്ന വഴിയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇവിടെ ഒരു കേട്ടു ഇങ്ങി തന്നെ. നീ വന്നിട്ടുണ്ടോ നേരത്തെ? ഇല്ല. കൊച്ചിലെ വന്നിട്ടുണ്ട്. കുട്ടിയാ இருக்கும்போது வந்திருக்கா? குட்டியா இருக்கும்போது வந்திருக்கியா? ஞாபகம் இருக்காதா? அதுவும் ஒன்றுமே ஞாபகம் இல்லை. சரி, பரவாயில்ல. ஓகே. இப்போ என்ஜாய் பண்ண தானே வந்திருக்கு. வெக்கேஷன் அடிச்சு பொழிக்கண்டே.
അല്ലെങ്കിൽ എന്താ പരിപാടി പൊതുവെ വീട്ടില്? അടി, TV, ഫോണ്, അടി. ഇതിപ്പോ ഇത് കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ ഒരു പാട്ട് പാടിയാലോ? ആരാ അതിന്റെ നേതാവ്? പിടിച്ചോ. പാട്ടല്ലേ പാടാൻ പറഞ്ഞോളൂ, പടക്കം പൊട്ടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇത്ര പേടിക്കണ്ട. വാവ്, സൂപ്പർ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്, എല്ലാരും കൂടി ഷെയർ ചെയ്തെടുത്തോളൂ. ഒരു തൊപ്പി. ഈ ടീഷർട്ട് ആർക്കാ വേണ്ടത്? ഞാൻ ഇങ്ങനെ മുകളിലോട്ട് ത്രോ ചെയ്യും. ആർക്കാണ് ക്യാച്ചിങ് സെൻസ് ഉള്ളത് നോക്കാം. എനിക്ക് അടി മിക്കവാറും ഉറപ്പാണ്. റെഡി, 1 2 3. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. എൻജോയ്, ഹാവ് ഫൺ. ഓക്കെ, താങ്ക് യു, ബൈ. ഹാപ്പി ലാൻഡിന്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കുറെ ഹാപ്പി വിശേഷങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഫ്രഷ് പാലസ് കഞ്ഞിക്കട സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് അബുദാബിയിലാണ്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രഷ് പാലസ് കഞ്ഞിക്കട ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വെറൈറ്റിയിലുള്ള കഞ്ഞികളാണ്. അപ്പൊ നമുക്കറിയുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന 1-2 കഞ്ഞികൾ നമുക്കറിയാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് പലതരത്തിലുള്ള കഞ്ഞികൾ അവൈലബിൾ ആണെന്ന്. അപ്പം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ മുതലാളിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഫ്രഷ് പാലസ് കഞ്ഞിക്കടയുടെ മുതലാളിയാണ് നമ്മളോടെ ഉള്ളത്. അപ്പം കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്താ പേര്? എന്റെ പേര് അസ്കർ, നാട്ടില് തൃശ്ശൂർ ചാവക്കാട് ചേറ്റുവ സ്വദേശം. പിന്നെ ഇവിടെ വന്നപ്പോഴറിഞ്ഞത് നിങ്ങളാണ് ഇവിടെ ദുബായിലും അബുദാബിലും ഒക്കെ കഞ്ഞിയുടെ ഇത് ആദ്യമായിട്ട് എടുത്തത്. അതെ അതെ അതെ, അതായത് ദുബായിലുണ്ടോ ദുബായില് നമ്മുടേതല്ല, നമ്മുടെ പേരിലുള്ളതല്ല, വേറൊരു ടീമാണ് നടത്തുന്നത്. പക്ഷെ അബുദാബില് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കഞ്ഞിക്കട എന്ന് പറയുന്നത്. അത് ഒരു ലോങ് സ്റ്റോറിയാണ്. മീൻസ് നമ്മൾ ചെറിയൊരു ഷോപ്പായിട്ട് തുടങ്ങുന്നു, ഒരു കഫ്റ്റീരിയ ബേസിലായിട്ട് തുടങ്ങുന്നു. അത് പിന്നെ അത് ക്ലിക്ക് ആവാതെ പോകുന്നു. ഒരു 2-3 വർഷത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലോഞ്ച് ചെയ്തതാണ് ഫ്രഷ് പാലസ് കഞ്ഞിക്കട എന്ന പേരിൽ. ഒരു നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു സജഷന്റെ പേരിൽ നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ്. അത് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോയി. അന്ന് നമ്മൾ ചെറിയ കുറച്ച് 3-4 സ്റ്റാഫിനൊക്കെ വെച്ച് തുടങ്ങി. ഇന്ന് ഇതിപ്പോ 6ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഓൾമോസ്റ്റ് 250+ സ്റ്റാഫിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ 2 days ബാക്ക് ഓപ്പൺ ആക്കിയ സ്റ്റോപ്പാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ല ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. ഇവിടെ ഇതിപ്പം 6ാമത്തെ ഷോ, ഇത് 6ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുവിധം ഇന്ത്യൻ റെസ്റ്റോറന്റ്, സാധാരണ മലയാളി റെസ്റ്റോറന്റ് അല്ല ഇന്ത്യൻ റെസ്റ്റോറന്റ് നമുക്ക് UAE എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, നാട്ടിലാണോ UAE-ലാണോ എന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഭാഗത്തൊന്നും ഇന്ത്യൻ റെസ്റ്റോറന്റോ മലയാളി റെസ്റ്റോറന്റുകളോ ഇല്ല. നമ്മൾ ഒരാളാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ മലയാളി പക്ക ചോറ്, കഞ്ഞി, ബിരിയാണി, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക മലയാളി ആംബിയൻസിൽ, അത്രയും ആംബിയറോടുകൂടി തുടങ്ങാനുള്ള ധൈര്യം നമുക്ക് കിട്ടി. അത് നമ്മളൊരു ധൈര്യം. എനിവേ ഇത് ലൊക്കേഷൻ വരുന്നത് അബുദാബിയുടെ തന്നെ ഹൈ പൊട്ടൻഷ്യൽ ഹൈ പോഷ് ഏരിയ ആയിട്ടുള്ള കോർണിഷില് നമ്മൾ FAB ബാങ്ക് ഉണ്ടല്ലോ, FAB ബാങ്കിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഈ ഒരു അറബിക് ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയയാണ്. ഇത് ശരിക്കും ഈ ഷെയ്ഖ് ഇവിടുത്തെ റൂളേഴ്സിന്റെ ബിൽഡിംഗ് ആണിത് ആക്ച്വലി. ആ ബിൽഡിങ്ങിൽ
FAB ബാങ്കിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഈ പുതിയ സ്ഥാപനം ലോഞ്ച് ആയിട്ടുള്ളത്. എല്ലാരും നോട്ട് ചെയ്തോളൂ കേട്ടോ, ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെ, കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. ഈ ഓഫീസുകളിലൊക്കെ അധികം ഇന്ത്യൻസ് ഓർ മലയാളീസ് അത്യാവശ്യം കുറെ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഈസി ആക്സസ് ആണ്. മുമ്പ് അവര് കൂടുതൽ ഇത് ഓഫീസ് അധികം ഇത് ഓഫീസേഴ്സ് ഏരിയ ആണ്, റെസിഡൻസും ഉണ്ട്, ഓഫീസ് മിക്സ്ഡ് ആണ്. അതെ അതെ. അപ്പം എന്ന് വെച്ചാൽ എല്ലാ മലയാളികൾ മാത്രമാണോ കൂടുതൽ വരുന്നത്? ഇവിടെ നമ്മള് ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്തു പറയാൻ കാരണം നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ട്, ബട്ട് നമ്മളടുത്ത് 800+ മെനൂസ് ഉണ്ട്. നമ്മുടെ അടുത്ത് 1-2 അല്ല, 800+ മെനൂസ് ആണ്. അതില് നിരാശപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഫിലിപ്പീനോസ് വന്നാൽ ഫിലിപ്പീനോസ് തന്നെ ഫുഡ് ഉണ്ട്. നമുക്ക് അറബിക് വന്നു കഴിഞ്ഞാൽ അറബിക് മന്തി, അതായത് ഒതന്റിക് അറബിക് യമൻ മന്തി കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഫിഷ് ഗ്രില്ല് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ മലയാളീസ് വന്നു കഴിഞ്ഞാൽ ചോറുണ്ട്, കഞ്ഞിയുണ്ട്, ബിരിയാണി ഉണ്ട്, പോത്തുംകാല്, അങ്ങനെ പ്ലേറ്റേഴ്സ് ആയിട്ട് കുറെ അധികം വെറൈറ്റി ഫുഡ്സ് നമ്മൾ സെർവ് ചെയ്യുന്നു. വെരി ഗുഡ്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ വന്നപ്പോ കഞ്ഞി മാത്രമാണ് സ്പെഷ്യൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പലതരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കഞ്ഞികൾ 15 തരം കഞ്ഞിയും 15 തരം നാടൻ ചോറുണ്ടല്ലോ. ചോറില് 15 തരം നാടൻ ചോറ് നമ്മൾ മാത്രമാണ് UAE-യിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ലോകത്തില് നമ്മൾ മാത്രമാണ് ചോറിൽ വെറൈറ്റീസ് ആയിട്ട് 15+ വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. പേര് തന്നെ വ്യത്യസ്ത പേരുകളാണ്. ഉമ്മച്ചിച്ചോറ്, പിന്നെ പത്തായച്ചോറ്, ഇറച്ചിച്ചോറ്, അതല്ലെങ്കിൽ പിന്നെ സ്വർഗച്ചോറ്, അങ്ങനൊക്കെ ആയിട്ടുള്ള കുറെ വെറൈറ്റി ടേസ്റ്റ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും ഒരേപോലെ ഒന്നിനെ കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതല്ല. 15 ടൈപ്പ് ചോറുണ്ടെന്ന് പറഞ്ഞാൽ 15 വേരിയന്റിലാണ്, 15 തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓ അടിപൊളി അടിപൊളി. അപ്പം എസ്പെഷ്യലി ഈ ഏരിയയിൽ മലയാളി റെസ്റ്റോറന്റും ഇല്ല. എല്ലാ തരത്തിലുള്ള 15 തരത്തിലുള്ള ചോറും 15 തരത്തിലുള്ള കഞ്ഞികളും. അതുമാത്രമല്ലാണ്ട് എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ള വേറെന്തൊക്കെ ഇവിടെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നത്? നിങ്ങൾ അതേ പറഞ്ഞ പിന്നെ ഫിഷിന്റെ ലൈവ് ഗ്രില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്ലേറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഒരു വട്ടം വന്നാൽ എന്തായാലും ഒരാൾക്കും നഷ്ടമാവില്ല. വന്ന് എക്സ്പ്ലോർ ചെയ്യുക, കഴിക്കുക, അഭിപ്രായം പറയാ, സപ്പോർട്ട് ചെയ്യുക. ഫുഡ് വരുന്നുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സ്വർഗത്തിലെ ചോറ് അല്ലേ? അപ്പം ഫസ്റ്റ് വന്നിട്ടുള്ളത് സ്വർഗത്തിലെ ചോറ്. ഇതെന്ത് ചോറാ? അപ്പൊ ഇത് ഉമ്മച്ചി ചോറും കൂടെ വന്നിട്ടുണ്ട്, സെറ്റ്. അപ്പൊ നമ്മളെ കഞ്ഞിയും കൂടെ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മള് ഫുഡ് വന്നിട്ടുണ്ട്. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് റൈസ്, കഞ്ഞി. അയ്യോ എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു അഭിപ്രായം പറയാം. അപ്പൊ ഇത് സ്വർഗത്തിലെ ചോറ്, സ്വർഗം പോലെ തന്നെ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ, മസ്റ്റ് ട്രൈ ആണ്. വരിക, കഴിക്കാം. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ പഴങ്കഞ്ഞിയും കൂടെ വന്നിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൽ നിന്ന് മാങ്ങയെല്ലാം ഉണ്ട് കേട്ടോ. ഓ നല്ല അടിപൊളി മാങ്ങ. അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണും വരയ്ക്കും ധന്യ സൈനിങ് ഓഫ്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ടത് focus123@gmail.com എന്നതിലേക്കാണ്. നേരുന്നു എല്ലാവർക്കും നല്ല ആശംസകൾ. ഫോക്കസ് presented by Happy Land presents, powered by Satwa Ayurveda, co-powered by Musk Portion, co-presents CARC Interiors. This program is brought to you by Dum Stories, Kannur.